Hallelujah. Praise the Lord. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പരസംഗം ചെയ്തവർ, ദുർമോഹികൾ, വ്യഭിചാരികൾ, പിറുപിറുത്തവർ. Hallelujah. ഒന്ന് കൊരിന്ത്യലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ 4 കൂട്ടരെ പരിശുദ്ധാത്മാവോട് തരംതിരിച്ച് കാണിച്ചിട്ട് 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇത് ദൃഷ്ടാന്തത്തിനായി സംഭവിച്ചു. അടുത്ത ലോകാവസാനം നിങ്ങളുടെ ബൈബിൾ അങ്ങനെയുണ്ടോ? ഇതിനകത്ത് നിന്ന് ഒരു വ്യക്തിയെങ്കിലും ഇന്ന് പകൽക്കാലം ക്രൂശിലേക്കൊന്ന് മടങ്ങി വന്നാൽ, ക്രൂശിലേക്കൊന്ന് മടങ്ങി വന്നാൽ, ക്രൂശിലേക്കൊന്ന് മടങ്ങി വന്നാൽ, ക്രൂശിലേക്കൊന്ന് മടങ്ങി വന്നാൽ, ദൈവസന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വന്നാൽ സ്വർഗ്ഗത്തിൽ ഭയങ്കര സന്തോഷമാണ്. സമയത്തിന്റെ ഗൗരവം. Hallelujah. 10:25 വായിക്കുമ്പോൾ Hallelujah. സമീപിക്കുന്തോറും നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നു ഉണ്ടോ കാര്യങ്ങളെ ഞാൻ മോളെ വിളിച്ചത് എന്റെ മോളെ പ്രായമുണ്ടോ? അതുപോലെ 13 വയസ്സായ മോളെ എനിക്ക് നാൾ സമീപിക്കുന്തോറും നിങ്ങൾ കൂടുതൽ ഉറങ്ങണമെന്ന് അല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് മുൻപിലൂടെ, അതുകൊണ്ടല്ലേ 3-14 വാക്യം നമ്മൾ ഇബ്രാഹിമത്തിൽ വായിക്കുമ്പോൾ സ്തോത്രമാണ് ഇങ്ങനെ എഴുതി, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ദൈവിക നിയോഗം തള്ളിയാലോ? 1 തിമോഥെയോസ് 5:12 വാക്യം ഇങ്ങനെ വായിക്കുന്നു, ആദ്യ വിശ്വാസം തള്ളുകയാൽ എന്തുണ്ട്? ശിക്ഷാവിധിയുണ്ട്. Hallelujah. Hallelujah. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു കോണിൽ ഒന്ന് മടങ്ങി വരാനുണ്ടെങ്കിൽ സമയം നിങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കണം. Hallelujah. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സമയം